നമസ്കാരമുണ്ട്. നല്ല വെയിൽ, ഓരോ പോഞ്ചുകളിലൊക്കെ അടിച്ചിട്ട് തുടങ്ങായിരുന്നു. അല്ല എന്തൊരു എഴുതിയിരിക്കണ ഇത് റെസിഡൻസി ടവറാ, നല്ല പൊളപ്പ ഹോട്ടൽ. ഇവിടെ നാടൻ സാധനം വല്ലതും കാണുമായിരിക്കുമെന്തോ. എന്തൊരു കപ്പേ തള്ള തല്ലേ വരി. ഗുഡ് മോർണിംഗ് സർ. ഹൗ യു? ഫൈൻ, താങ്ക് യു സർ. അപ്പോൾ നമുക്ക് ഒരു എന്തെങ്കിലും ഒരു 2 ഡിഷ് നാടൻ സാധനങ്ങൾ വേണം, തനി നാടൻ. അത് പറഞ്ഞു തരാൻ വേണം. ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള 2 ഡിഷസ് ഉണ്ട്. ഒന്ന് മീൻ വറ്റിച്ചതും പാലിൽ വേവിച്ച കപ്പയും. പാലിൽ വേവിച്ച കപ്പ. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇത് മീനച്ചിൽ സംസ്കാരത്തിന്റെ ഭാഗമാണ്. മീനച്ചിൽ സംസ്കാരം. പണ്ട് കേരളത്തിലെ ഈ ഡിഷിന് ഏകദേശം ഒരു എത്ര വർഷം പഴക്കമുണ്ടാകും? എൻ്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ 150-ലധികം വർഷം പഴക്കമുള്ള പാലിൽ വേവിച്ച കപ്പ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇന്നെന്തായാലും അതെ, ഇന്നെന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ എന്താ കോമ്പിനേഷൻ എന്താണ്? കപ്പയും മീൻ വറ്റിച്ചത്. അപ്പോൾ ഇനി അടുക്കളയിലേക്ക് പോകാം. സ്വാഗതം. നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഒരു ഹൈടെക് കിച്ചണാണ്. എന്നാലും പഴമ നഷ്ടപ്പെടാതെയുള്ള മൺപാത്രം, മൺചട്ടി, കറിച്ചട്ടിയൊക്കെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതൊക്കെ കണ്ടോ, തടി കൊണ്ടുണ്ടാക്കിയ സ്പൂണാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ നിൽക്കണമെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. ഏത് 5 സ്റ്റാർ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാലും വേഷം വേണം. അതിൻ്റെ ഭാഗമായിട്ടാണ് തൊപ്പി. ഏപ്രണും തൊപ്പിയും ഉണ്ട്. ആദ്യം നമുക്ക് തൊപ്പി വെക്കാം. തൊപ്പി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിത് ഏപ്രൺ എന്ന് പറയും. ഏപ്രിന്, കാപ്പ് ഇതൊക്കെ വരുന്നത് ശരിക്ക് ഫ്രഞ്ച് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. 12ാം നൂറ്റാണ്ടിലാണ് ഫ്രഞ്ചുകാർ പാചകം ചെയ്യുന്നത്. അന്നത്തെ 12ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പാചകക്കാർക്ക് വേണ്ടി ഫ്രാൻസിൽ അവർ രൂപകൽപ്പന ചെയ്ത വേഷത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇന്നിപ്പോൾ മോഡേണൈസേഷൻ വന്നപ്പോഴത്തേക്ക് കുറേ ചേഞ്ചസ് ഒക്കെ വന്നു. അതെ. പിന്നെ ഇതിനകത്ത് മറ്റു പ്രധാനം എന്ന് പറഞ്ഞാൽ ഹൈജീനിക്കാണ്. നമ്മുടെ മുടിയൊന്നും തൊപ്പി വെക്കുന്നതിൻ്റെ ഉദ്ദേശം മുടി പൊഴിഞ്ഞ് വീഴാതിരിക്കാനും ഞങ്ങളുടെ ഈ സ്കാർഫ് കെട്ടുന്നത് ഇവിടെ നിന്ന് വരുന്ന സ്വെറ്റൊക്കെ അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏപ്രിൽ നാം ഉപയോഗിക്കുന്ന വസ്ത്രത്തിൽ അല്ലെങ്കിൽ നമ്മളിടുന്ന ആ കോട്ടിലൊന്നും അത്ര അഴുക്ക് പറ്റാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞങ്ങളുടെ കോട്ടൊക്കെ ഇങ്ങനെ വൈറ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട്. പിന്നെ വെള്ളം എന്ന് പറയുന്നത് വെള്ള പരിശുദ്ധിയാണ്, സമാധാനത്തിന്റെ സമ്മേളനം. അപ്പോൾ ഫുഡ് കൊടുക്കുന്നത് പരിശുദ്ധമായ ഒരു കാര്യമാണ്. അത് നല്ല കേരളത്തിന്റെ തനതായ കറികൾ, നല്ല അച്ചായൻ സ്റ്റൈല്. പിന്നെ മീൻകറി, വറ്റിച്ച മീൻകറിയും കപ്പയും. അപ്പോൾ നമുക്ക് അതിലേക്ക് പാചകത്തിലേക്ക് കടക്കാം. ഇനിയിപ്പോൾ നമുക്കിതിൽ ഈ ചേർക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇൻഗ്രീഡിയൻസ്, ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഇതെന്താ മീൻ? ഇത് നെയ്മീനാണ്. നെയ്മീൻ നല്ല ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്നതാണ്. നെയ്മീനും മോദയും വറ്റയുമാണ് ഇതിന് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ നെയ്മീനാണ്. മോദ, വറ്റ, നെയ്മീൻ ഇതൊക്കെയാണ് നല്ലത്. പിന്നെ നമ്മൾ ചേർക്കുന്ന മഞ്ഞൾ. പണ്ടൊക്കെ ഈ മീൻ ഇറച്ചിക്കൊക്കെ നമ്മൾ മഞ്ഞൾ ചേർക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വിഷാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറി കിട്ടാൻ മഞ്ഞൾ ഉപയോഗിച്ച് കഴുകുക. പിന്നെയുള്ളത് ഉപ്പാണ്. ഉപ്പ് ഊർജ്ജത്തിൻ്റെ ഉറവിടമാണ്. സോഡിയം ക്ലോറൈഡാണ് സോഴ്സ് ഓഫ് എനർജി എന്നാണ് പറയുന്നത്. പിന്നെ മുളക് പൊടി, അത് അപകടകാരിയാണ്, ആവശ്യത്തിന് ചേർത്താൽ മതി. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുളകാണ്, എരിവാണ്. പിന്നെ കറിവേപ്പില, വെളുത്തുള്ളി പ്രകൃതിയുടെ ആൻറ്റിബയോട്ടിക്കാണ്. ഇഞ്ചി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചുക്കില്ലാത്ത കഷായം ഇല്ലെന്ന് പറയാറില്ല. എന്ന് പറഞ്ഞാൽ ഇഞ്ചി അതിൻ്റെതാണ്. ഇഞ്ചിയില്ലാത്ത കറിയില്ല. പച്ചമുളക് ഇതിന് എരിവിന് നമ്മൾ ചേർക്കും. ഉലുവയും ഔഷധ ഗുണമുള്ള സാധനം. ഇത് കുടംപുളിയല്ലേ? അത് കുടംപുളിയാണ്. വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർക്കുന്നത്. വെളിച്ചെണ്ണ, തേങ്ങ കൊണ്ടുള്ള എണ്ണയും ചേർക്കും. ഇത്രയും സാധനങ്ങൾ അതിനകത്ത് വരുന്ന ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് അത് നോക്കാം. അല്ലേ, ഉള്ളി ചേരുന്നുണ്ട് ഇതിനകത്ത്? ഉള്ളിയില്ല, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഈ വറ്റിച്ച കറി എന്ന് പറയുന്നത് ഒരു 10-16 ദിവസമൊക്കെ കേട് കൂടാതിരിക്കും. അത് കേട് കൂടാതിരിക്കണമെങ്കിൽ അതിനകത്ത് ഉള്ളി ഒന്നും ചേർക്കാൻ പാടില്ല. വാട്ടർ കണ്ടന്റ് ഉള്ള സാധനങ്ങളൊക്കെ കുറച്ചിട്ടാണ് ഇത് പ്രിപ്പയർ. ഇതിനകത്ത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുടംപുളി, ഉലുവ എല്ലാം ഡ്രൈ സാധനങ്ങളാണ് ചേർക്കുന്നത് അല്ലേ? അതെ. വെളുത്തുള്ളി ക്രഷ് ചെയ്തെടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു നോക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ചട്ടിയൊക്കെ പണ്ട് കാലത്ത് മേടിച്ചു കഴിഞ്ഞാൽ ചട്ടിയൊക്കെ ഇത് പദം വരുത്തി എടുക്കാന്ന് പറയും. മൺചട്ടി എങ്ങനെയാണ് പണ്ട് കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അറിയാം. മൺചട്ടി മാർക്കറ്റിൽ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പദം വരുത്തുന്നുണ്ട്. പിന്നെ അത് ചാണകം കലക്കിയിട്ട് ദിവസങ്ങളോളം ഇടും. 3-4 ദിവസമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഈ സാധനത്തിൽ
എണ്ണ പുരട്ടിയിട്ട് അടുപ്പയിൽ വെച്ച് വേവിച്ച് തിരിച്ചു വെച്ച് കത്തിച്ചെടുക്കും വിറക് കൊണ്ടുള്ള. അപ്പോൾ അത് ശരിക്കും ഇതിനകത്ത് ഓയിൽ അബ്സോർവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യുന്ന ഇതിനകത്ത് വായു കടത്തിവിടുന്ന സുഷിരങ്ങളൊക്കെ എണ്ണ കൊണ്ട് അടഞ്ഞ് തീർത്ത് വരുമ്പോൾ അതിനകത്ത് ഉണ്ടാക്കുന്ന കറിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അപ്പം കുറച്ച് ഉലുവ ഇടണം. ആദ്യം ചട്ടി വെച്ചു, ഏകദേശം ചൂടായപ്പോഴത്തേക്ക് നമ്മൾ ഒരു കുറച്ച് എണ്ണ ഒഴിച്ചു, ഒരു 4-5 സ്പൂൺ ഒഴിച്ചിട്ടുണ്ടാവും. അതെ, ടീസ്പൂൺ. അതിലേക്ക് ഉലുവ ഇടാൻ പോകുന്നു. അതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവ ഇടുകയാണ്. ഉലുവ ചെറുക്കുന്ന പൊട്ടണം. വെളുത്തുള്ളി ഇടുക. ഇനിയിപ്പോൾ നമ്മൾ അതിനകത്ത് കുറച്ച് കറിവേപ്പില ഇട്ടു. കറിവേപ്പില ഇട്ട് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഇഞ്ചി. അപ്പോൾ ഇത്രയും സാധനം ഇട്ട് ഇനി നമ്മൾ ഇതിലോട്ടൊരു അപ്പോൾ നമ്മൾ ഇതിനകത്ത് എണ്ണ ചൂടായപ്പോഴത്തേക്ക് കുറച്ച് ഉലുവ ഇട്ടു. അതിനുശേഷം വെളുത്തുള്ളി ചതച്ചിട്ടു, ഇഞ്ചി ചതച്ചിട്ടു, പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ടു, പച്ചമുളക് ഇങ്ങനെ വേണമെങ്കിൽ വീട്ടിലൊക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിൽ മറക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കീറി. കാരണം ഇതിനകത്ത് നമ്മൾ ഉള്ളിയും വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇതിനകത്ത് നമ്മൾ എത്ര മുളക്? 4 മുളക് കിട്ടും. 4-5 നമ്മുടെ എരിവിന് ആസ്പദമാക്കിയിട്ടാണ്. കാരണം മുളക് പൊടിയാണ് ഇതിന് എരിവ് കൊടുക്കുന്നത്. ഇതൊന്നും നല്ല രീതിയിൽ നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ബൊഫയിലേക്ക് കൊടുക്കുന്ന മീൻകറി വറ്റിച്ചൊക്കെ വെക്കുന്നത് ഇങ്ങനെ മൺചട്ടിയിൽ വെച്ചിട്ട് ഇന്ന് വെക്കുന്ന കറി ഞങ്ങൾ സെർവ് ചെയ്യുന്ന നാളെയാണ്. ആ പുളിയൊക്കെ പിടിക്കാൻ വേണ്ടി ചില ടൈപ്പ് ഓഫ് പ്രിപ്പറേഷൻസ് ഇതിന് ഫ്രീസിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ വെളിയിൽ തന്നെയാണ് വെക്കുന്നത്. ഇനി നമ്മൾ ചേർക്കുന്ന കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഇനിയാണ് ഇതിനകത്ത് പ്രസക്തപരമായ സാധനം ചേർക്കുന്നത്. കാരണം മുളക് പൊടിയാണ്. മുളക് പൊടി എത്രമാത്രം ചേർന്നോ അതനുസരിച്ച് എരിവ് ഉണ്ടാകും. പക്ഷേ അത്രയും എരിവ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ചേർക്കാറില്ല. ഉപ്പ് ഊർജ്ജത്തിൻ്റെ ഉറവിടമാണ്. പക്ഷേ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊന്നും നമ്മൾ ആ പാകത്തിന് ചേർക്കുന്നത്. അപ്പം നമ്മൾ ചേർത്ത മുളക് പൊടിയും ഒക്കെ ഒന്ന് ശരിയായിട്ട് അത് മൂത്ത് തന്നെ നല്ല ഡ്രൈ ആയി. നല്ല സ്മെല്ലുണ്ടാകും മുളക് പൊടിക്ക് ശരിക്കുള്ള സ്പൈസി ഇഞ്ചക്ഷൻ. ഓക്കെ, ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇത് കുടംപുളി ഇൻഗ്രീഡിയൻസ് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് ഞാനത്. വെള്ളത്തിൽ കുതിർത്തെടുക്കണം. അതാണ് നല്ലത്. ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാക്ട് ഇതിൽ പിടിക്കും. ഈ വെള്ളമാണ് നമ്മളിത് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുടംപുളിയിലും ചേർക്കാം അല്ലേ. ഇനി ഇതിങ്ങനെ തീയിൽ തിളച്ച് നന്നായിട്ട് വറ്റണം. അപ്പോൾ ഇത് തിളയ്ക്കാനായിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ എടുക്കും. ഒരു 10 മിനിറ്റോളം ഒക്കെ. ശരിക്കും നമ്മുടെ മീനിൻ്റെ കറിയൊക്കെ നന്നായിട്ട് തിളച്ചു. അപ്പോൾ തന്നെ നമുക്ക് ആ സ്മെല്ലൊക്കെ അറിയാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് മീൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഷേപ്പ് ശ്രദ്ധിക്കുക, അതിൻ്റെ അളവൊക്കെ ശ്രദ്ധിക്കുക. ഈ നാടൻ മീൻകറിയൊക്കെ പഠിച്ചതുകൊണ്ട് ഏതെങ്കിലും സെലിബ്രിറ്റീസിനൊക്കെ കുക്ക് ചെയ്ത് കൊടുക്കാം? ഒരുപാട്. അതിനുള്ള ദൈവത്തിൻ്റെ കൃപ കൊണ്ടെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം ലോകത്തിൽ ഒരുപാട് സെലിബ്രിറ്റീസിന് കുക്ക് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബിൽ ക്ലിൻ്റനും ഷാരൂഖ് ഖാനും ഞാൻ ദുബൈയിൽ ബുർജ് അൽ അറബ് എന്നൊരു ഹോട്ടലിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്തു കൊടുത്തത് നമ്മളുടെ കപ്പ പാലിൽ പുഴുങ്ങി കൊടുത്തു. അതല്ലേ നമുക്ക് ഇന്ന് ഉണ്ടാക്കി തരാൻ അത് തന്നെയാണ് ചെയ്തത്. ഈ സെയിം സാധനം തന്നെ ഞാൻ സ്റ്റെഫി ഗ്രാഫിന് കൊടുത്തിട്ടുണ്ട്. ടെന്നീസ് പ്ലെയർ അറിയാം, അതുപോലെ കൊടുത്തിട്ടുണ്ട്. അർണാൾഡ് ഷ്വാർസ്നെഗർ, ഹോളിവുഡ് ആക്ടർ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് വളരെ സന്തോഷം തോന്നാറില്ല? തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്ത ഏറ്റവും വലിയൊരു അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് വിശ്വസിക്കുകയും അതുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ കറി ഇതല്ലേ, ഗ്രേവിയൊക്കെ എങ്ങനെ കുറുകി വരിക. ഒരു ജ്യൂസ് ഇതിനകത്ത് നമ്മൾ ഒന്നും ചേർത്തിട്ടില്ല. യാതൊരു ഒരു മാജിക്കും നമ്മൾ ചെയ്തില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം. മല്ലി ചേർക്കാത്തതിൻ്റെ ഉദ്ദേശം മല്ലി ചേർത്താൽ കറി കേടായി. അപ്പോൾ നമ്മുടെ മീൻകറിയുടെ പീസ് ഏകദേശം വെന്തു. നല്ല മണം വരുന്നുണ്ട്. ഇനി നമ്മളിതിൻ്റെ പരിസമാപ്തിയിലേക്ക് കിടക്കുക എന്ന് പറഞ്ഞാൽ പാചകം ഏകദേശം റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് തീ പതുക്കെ ഓഫ് ചെയ്ത് കുറച്ച് കറിവേപ്പില, പച്ച കറിവേപ്പില, ഇതൊരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ അവിയലിലൊക്കെ ഇടുന്ന പോലെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒന്ന് ഒഴിച്ച് വെക്കുക. കേടാകാതിരിക്കാനായിട്ട് ഇത് ശരിക്കും പണ്ട് ചെയ്ത് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഓയിൽ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ കിടന്നാൽ ഒരു കോട്ടിംഗ് ആണ്, ഫംഗസ് പിടിക്കില്ല. പിന്നെ പച്ച വെളിച്ചെണ്ണ നല്ല ടേസ്റ്റുമാണ്. അതിനു വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു പീസ് ടേസ്റ്റ്? സൂപ്പർ. അപ്പോൾ നമ്മുടെ ഫിഷ് കറി റെഡിയാണ്. അതിൻ്റെ കോമ്പിനേഷൻ സാധനം ഇതുവരെ ആയിട്ടില്ല. അതെ, കപ്പ പാലിൽ വേവിക്കുന്നത്. അർണോൾഡ് ഷ്വാർസ്നെഗറിന് കൊടുത്ത സാധനം ഇത് തിന്നിട്ട് വേണം മസിലേക്ക് വയ്ക്കാനായിട്ട്. പിന്നെ ചേട്ടൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് വേണമെന്ന് പരിചയപ്പെടാം അല്ലേ. കപ്പ മലബാർ കപ്പയാണ്, ഏത് കപ്പ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ നമ്മൾ എടുക്കുന്ന കുറച്ച് ചിരണ്ടിയ തേങ്ങ, വെളിച്ചെണ്ണ, കഴിച്ചു നോക്കാൻ ചെയ്യാം, മസ്താണ്. പിന്നെ വെളിച്ചെണ്ണ, തേങ്ങാപ്പാല്,
പിന്നെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളി, ജീരകം, ഉപ്പ്, ഇത് ചുമന്നുള്ളി, ചെറിയ ഉള്ളി. ഇനിയിപ്പോൾ കപ്പ നമുക്ക് ചെറിയ പീസായിട്ട് കൊത്തി നിർത്താം. അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ നമ്മൾ ചെറുതായിട്ട് നുറുക്കി വെച്ച് ഇത് ചെറുതായിട്ട് കൊത്തുന്നത് ഇതിനെ കൊത്തിയെടുക്കുക എന്ന് പറയും. അതായത് ഒരു കിഴക്കൻ ലാംഗ്വേജ്. കപ്പ കൊത്തി വെച്ചു. ഇനി നമ്മളിത് പാലിൽ വേവിക്കാനുള്ളതാണ്. പാലിൽ വേവിക്കാൻ വേണ്ടി നമ്മൾ മൺചട്ടിയാണ് ഇതിന് ഏറ്റവും നല്ലത്. തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ചൂട് കൂടി കഴിയുമ്പോൾ പിരിഞ്ഞു പോകും, കേടിലാകും. ഒരു പ്രശ്നമില്ല, അതിൽ തന്നെ അത് വെന്തോളും. പാല് നമ്മൾ ആദ്യം ഒഴിച്ചു. തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞെടുത്താണ്. തേങ്ങാപ്പാൽ തിളയ്ക്കുമ്പോൾ നമ്മൾ കപ്പയിട്ട് ഇതിൽ തന്നെ വേവിച്ചെടുക്കുക. കപ്പയിട്ട അല്ലേ? കാരണം നമ്മളിതിനകത്ത് ചേർക്കുന്ന ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ഇത് പിരിയും. പാലിനകത്ത് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിരിയും. തേങ്ങാപ്പാലിലും ഇത് തന്നെ സംഭവിക്കും. ചൂടാകുമ്പോഴത്തേക്ക് പൊട്ടിപ്പോകും. പൊട്ടിപ്പോയാലും പ്രശ്നമില്ല, അതിനകത്ത് തന്നെ വേഗം 20 മിനിറ്റ് 15 മിനിറ്റ് മതി. വെള്ളത്തിൽ വേവാൻ തന്നെ കുറച്ച് ഇല്ല, അതിന് തെക്ക് കൂടുന്നതിൻ്റെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കപ്പ പാലിൽ ശരിക്കും ക്ഷമ നശിച്ചു. കാരണം 10-20 മിനിറ്റ് ഇത് ഇതിന്റെ ഫ്രണ്ടിൽ നിന്നപ്പോഴത്തേക്ക് ശരിക്കും നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പവർഫുൾ തീ കത്തിക്കുന്ന അടുപ്പൊക്കെ ആണെങ്കിൽ ഇത്രയും സമയം പെട്ടെന്ന് 15 മിനിറ്റ് മതിയാവും. കപ്പ വേവ് പല ടൈപ്പാണ് നമ്മൾ വേവിക്കുന്ന. കപ്പയുടെ വേവിനനുസരിച്ചിരിക്കും. അപ്പോൾ കപ്പ ഇനി വെന്തു. ഇനി നമ്മൾ പാലിൽ നിന്ന് ഇതിനെ മാറ്റിയെടുക്കും. പാല് മാറ്റിക്കളയാം. നമ്മൾ പാല് ബോയിൽ ചെയ്യാനായിട്ട് വെള്ളത്തിന് പകരം പാൽ ഉപയോഗിച്ചു. അതും തേങ്ങാപ്പാൽ. അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ആ കപ്പയിലേക്ക് പിടിച്ച് കാണും കുറച്ചൊക്കെ. ശരിക്കും തേങ്ങയുടെ ആ ഒരു എന്താ പറയുക ഇതൊക്കെ ഫ്ലേവറെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇത് റിമൂവ് ചെയ്ത് ചട്ടി ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ പശുവിന് കൊടുക്കായിരുന്നു അല്ലേ? അതെ, പശുവിന് കറക്റ്റ്, യു ആർ റൈറ്റ്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ അതിനുള്ള സോഴ്സില്ല, അതുകൊണ്ട് നമ്മളിത് കളഞ്ഞ് കഴുകിയെടുക്കും. അപ്പോൾ നമ്മൾ കപ്പയൊക്കെ ഊറ്റി മാറ്റി വെച്ചു അല്ലേ? കപ്പ വേവിച്ച് മാറ്റി വെച്ചു. ഇനി നമ്മൾ ചട്ടിയൊക്കെ കഴുകി വെച്ചു. ഇതിനെ താളിക്കാൻ എന്ന് പറയും. ടെൻഡറിങ് എന്ന് പറയുന്നത് പരിപാടിയാണ്. കടുക് വറുത്തത്. അതെ, അമ്മച്ചിമാർ പറയുന്ന സ്റ്റൈലാണ് കടുക് വറുത്തത്. നമ്മൾ കുറച്ച് വെളുത്തുള്ളി, ശരിക്കും ഇത് വേവിക്കാനായിട്ട് അരപ്പാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ അതിന് പകരം കുറച്ച് വെളുത്തുള്ളി, ഇനി ചുമന്നുള്ളിയാണ്. നമ്മുടെ നല്ല നാടൻ പ്രിപ്പറേഷൻ ചേർക്കുന്ന സാധനമാണ് ചുമന്നുള്ളി. എല്ലാ നാടൻ കറികളിലുണ്ടാകും. അങ്ങനെ നമ്മൾ ചെറുതായിട്ട് പറഞ്ഞെടുത്ത് കടുക് താളിക്കാന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ചുമന്നുള്ളി എന്നുള്ളതാണല്ലോ നമ്മുടെ ആദ്യം മനസ്സിൽ വരുന്നത്. അല്ല, അപ്പോൾ ഇത് അരിഞ്ഞ് വെച്ച് നമുക്ക് ചട്ടിയൊക്കെ ഒന്ന് കത്ത് ചൂടാണ്. ഇത് വെളിച്ചെണ്ണയാണ്. എല്ലാം നമ്മുടെ കേരളീയ വിഭവങ്ങൾ കൊണ്ട് തന്നെയുള്ള പരിപാടിയാണ്. വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കും. ഏകദേശം നമ്മളൊരു 3-4 സ്പൂൺ ഒഴിച്ച് ഡ്രോപ്പ് വേണമെങ്കിൽ നമുക്ക് അല്പം കൂടെ ചേർക്കാം. വെളിച്ചെണ്ണ കുറച്ച് കൂടിയത് കൊണ്ട് കുഴപ്പമില്ല. കാരണം ഇതിനകത്ത് നമ്മൾ ഒഴിക്കുന്നതിൻ്റെ ഒരു 20% നമ്മുടെ ഈ പോട്ട് അബ്സോർവ് ചെയ്തെടുക്കും തിളച്ച് വരുമ്പോഴത്തേക്ക്. അപ്പോൾ അതാണ് ഈ ഇതിൻ്റെ മൺചട്ടിയിൽ പറയുന്നതാണ്. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 25% അത് തന്നെ പിടിച്ചോളും. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചേർക്കുന്നത് കുറച്ച് ജീരകമാണ്. ജീരകം നല്ല ടേസ്റ്റ് വരുന്ന സാധനമാണ് കപ്പയ്ക്ക്. കുറച്ച് ജീരകം വന്നിട്ട് ജീരകം പൊട്ടണം നന്നായി. കടുക് താളിക്കുന്നതിന് പകരം ജീരകം പൊട്ടി. അതെ, ജീരകം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നല്ല ഫ്ലേവർ വരും. കഴിഞ്ഞ് നമ്മൾ ഇടുന്ന സ്ഥലം കറിവേപ്പിലയാണ്. വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇനി ഇടുന്നതാണ് കൂടുതൽ ചുവന്നുള്ളിയും. നല്ല സ്മെല്ലും കിട്ടും, നല്ല ഫ്ലേവറും കൊടുക്കുന്ന സംഗതിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ജീരകം ഇട്ടു, കറിവേപ്പില ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, ചുവന്നുള്ളി ഇട്ടു. ചുവന്നുള്ളിയൊക്കെ ഒന്ന് ക്രിസ്പായി. കടുക് താളിക്കുമ്പോൾ വീട്ടിലൊക്കെ നമുക്കറിയാലോ, ചമ്മന്തിയൊക്കെ തേങ്ങാ ചമ്മന്തിയൊക്കെ അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കടുക് താളിച്ചിടുമ്പോൾ നല്ലൊരു ഫ്ലേവർ. അത് ശരിക്കും നമുക്ക് കഴിക്കാനായിട്ട് ആ ഫ്ലേവർ നമുക്ക് തരുന്നൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അപ്പിറ്റൈസ്മെന്റ് ഉണ്ടാകും. കഴിക്കാനുള്ള ഒരു മൂഡ് കൂടുതലാണ്. ഏകദേശം എനിക്കിപ്പോൾ എൻ്റെ അവസ്ഥയാണ് അല്ലേ. ഇതൊന്ന് റെഡിയായിട്ട് വേണം ഒരു യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ചുമന്നുള്ളി അന്ന് ഒരു കുറച്ചൊന്ന് ഇതായിട്ടുണ്ട്, വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് കുറച്ച് കോക്കനട്ടാണ്. തേങ്ങ ചേർക്കുമ്പോൾ ചട്ടിയിൽ അടി പിടിക്കും. അതുകൊണ്ട് തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഇളക്കണം. ശരി, കുറച്ച് മതി. ഒരു ഇത് കപ്പപ്പുഴുക്കിൻ്റെ, അതായത് നമ്മുടെ നാടൻ കപ്പപ്പുഴുക്കിൻ്റെ വേറൊരു വേർഷനാണ്. വൈറ്റ്
ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോണ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കപ്പ ഇട്ടു. പാലിൽ വേവിച്ച കപ്പ. പാലിൽ വേവിച്ച കപ്പ. 10-17 രാജ്യങ്ങളിൽ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു. അതെ. ഇവിടെയൊക്കെ പോയപ്പോൾ നമ്മുടെ ഈ കേരളത്തിൻ്റെ ഡിഷ് ഒരുപാട് വെറൈറ്റി ഉണ്ടല്ലോ. അതെ, ഒരുപാട് ധാരാളം. നമുക്ക് ഇത്രയും ഡിഫറെൻറ്റ് വെറൈറ്റികൾ വേറെ ഏതെങ്കിലും സ്ഥലമുണ്ടോ? ഉണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വാസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസിൽ ചൈനീസിലാണ് ഒരുപാട് വെറൈറ്റി ഉള്ളത്. കാരണം ചൈന ഒരു വലിയ രാജ്യമാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് 4 പ്രവിശ്യകളാണ് ചൈനയിൽ. 4 പ്രവിശ്യകൾക്ക് ഓരോരോ ഭക്ഷണ രീതികളുണ്ട് അവർക്ക്. അപ്പോൾ അവിടെയും നമ്മുടെ ഇതുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും ഇന്ത്യയിലെ അത്രയും നമ്മളിപ്പോൾ കോമൺ ആയിട്ട് കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേങ്കിൽ അത്രയും കുസിൻ നമുക്ക് കാണില്ല. ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞാൽ അതിനെ കവർ ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നത് ലോകത്തിൽ വേറൊരു കുസീൻസും അത്രയും കാണില്ല. അത്രമാത്രം വെറൈറ്റി ഉണ്ട്. നമുക്ക് ഓരോ സ്റ്റേറ്റിനും അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായ ഡിഷസ് ഉണ്ടല്ലോ. അപ്പോൾ അത്രയും ഇന്ത്യ ഇത്രയും വലിയൊരു രാജ്യമാണ്. എല്ലാ സ്ഥലത്തെയും ഫുഡുകളും കൂടി ഒന്ന് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അത്രയും വെറൈറ്റി വേറെ ഒരു സ്ഥലത്തും കാണാൻ സാധ്യതയുണ്ടാവില്ല. ജനസംഖ്യയുടെ കാര്യത്തിൽ ഒരുപക്ഷെ ചൈനയ്ക്ക് നമ്മളെ തോൽപ്പിക്കാൻ പറ്റും. പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ അത്രമാത്രം വാസ്റ്റാണ് നമ്മുടെ ഫുഡിൻ്റെ സംസ്കാരം. നമുക്ക് ഓരോ സാമുദായികരമായ സംസ്കാരവും അതുപോലെ ദേശീയ, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഹെൽത്തി ഫുഡും നമ്മുടെ ഇന്ത്യൻ ഫുഡ് ഹെൽത്തി ഫുഡ് തന്നെയാണ്. അതുകൊണ്ടാണ് ഗ്ലോബലി ഒരുപാട് പേര് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ മുഗളായി പ്രിപ്പറേഷൻസും തന്തൂരിയൊക്കെ. പക്ഷേ നമ്മുടെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ഭയങ്കര സ്പൈസി ആയിരിക്കും. സ്പൈസി ഫുഡായിരിക്കും. അത് സ്പൈസി ഇല്ലാത്തതുണ്ട്. കേരളം എനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും സ്പൈസി കഴിക്കുന്ന ആന്ധ്രയിലായിരിക്കും എന്നാണ് എൻ്റെ ഒരു അനുഭവം എനിക്ക് തോന്നുന്നത്. ചെട്ടിനാട് നമ്മൾ സൗത്ത് ഇന്ത്യൻ ആണ്. ആന്ധ്ര പ്രിപ്പറേഷൻസ് എല്ലാം, കടപ്പ പ്രിപ്പറേഷൻസ് എല്ലാം വളരെ എരിവുള്ളതാണ്. അപ്പം നമ്മുടെ കപ്പ പാലിൽ വേവിച്ചത് റെഡിയായി. കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ തരാം. കോമ്പിനേഷൻ എന്തായാലും റെഡിയാണ്. തടിയിൽ ചെയ്തിട്ടുള്ള പാത്രം, അതിൻ്റെ മുകളിൽ വാഴയില കറക്റ്റ് ഷേപ്പിന് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് കപ്പ. പണ്ടൊക്കെ ഈ കൃഷി സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല നാടൻ കപ്പയുടെ മണമൊക്കെ വരുന്നുണ്ട്. താങ്ക് യു വെരി മച്ച് സാർ. തീർച്ചയായിട്ടും നമുക്ക് വേണ്ടിയിട്ട് 2 നാടൻ ഡിഷുകൾ പറഞ്ഞു തന്നതിൽ വളരെ പ്രേക്ഷകരുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി. പ്രേക്ഷകരെ ഇത്രയും നമുക്കറിയാം കാര്യങ്ങൾ പറയാൻ സാധിച്ചതിൽ എനിക്ക് ടേസ്റ്റ് ഓഫ് കേരളയിൽ കൂടി പറയാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും ടിപ്പ് പറയാനുണ്ട്? തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് എനിക്ക് പ്രത്യേകിച്ച്, കാരണം ഇന്ന് ലോക പ്രശസ്തമാണ് ചൈനീസ് ഫുഡും ബർഗറും ഫാസ്റ്റ് ഫുഡും ഒക്കെ. എന്തുകൊണ്ട് ഇന്ത്യൻ ഫുഡ് അത്രമാത്രം പോപ്പുലാരിറ്റിയിലേക്ക് നമുക്ക് എത്തിച്ചുകൂടും എന്ന് എത്തിയിരിക്കുകയാണ്. എങ്കിൽ തന്നെ നമ്മൾ നമ്മളുടെ തനതായ പാചകങ്ങൾ ദിവസവും നമ്മുടെ വീട്ടിൽ പാചകം ചെയ്യാനും അതുപോലെ തന്നെ അത് ചൈനീസ് ഫുഡ് പോലെയൊക്കെ ലോക പ്രശസ്തമാർക്കും എടുക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഓരോരുത്തരും കടമയുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ഫുഡ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം, അതിനെ പരിപോഷിപ്പിക്കണം, മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തണം. തീർച്ചയായും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.